ഹായ് ഫ്രണ്ട്സ്, കഷ്ടപ്പാടിൻ്റെ കൊടിമുടികൾ കയറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുടെ പർവ്വതം കീഴടക്കാൻ കഴിയുള്ളൂ. ഇമ്പോസിബിൾ എന്ന് പറയുന്ന വേർഡ് പോലും ഐ ആം പോസിബിൾ എന്ന് കാണിക്കുന്നു. എയറോപ്ലെയിൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ റൈറ്റ് ബ്രദേഴ്സ് ആളുകളോട് പറഞ്ഞു നമുക്കും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നു. അന്ന് ആളുകൾ പറയാണ് നിങ്ങൾക്ക് ഭ്രാന്താണ്. എന്താണ്? നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇന്ന് മനുഷ്യനേക്കാൾ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നതായിട്ട് ഒന്നുമില്ല. എന്തുകൊണ്ടോ? ഇല്ല. നമ്മൾ മറ്റ് ഗ്രഹങ്ങളിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് മൈ ഫ്രണ്ട്സ്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയി ചെയ്യണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണ്? വാട്ട് ഡു യു ഡു? വാട്ട് ഈസ് യുവർ ജോബ്? നിങ്ങളുടെ ജോലി എന്താണ്? അപ്പം നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒരു ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ കട നടത്തിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹാബിറ്റ് ആവാം, ശീലങ്ങളാവാം, നമ്മുടെ ഹോബീസ് ആവാം, ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാവാം. എന്ന് വെച്ചാൽ നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ഒരു തെറ്റും കൂടാതെ എങ്ങനെ സംസാരിക്കാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കും സിമ്പിൾ പ്രസൻറ്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, ഇതൊരു പേരാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ എന്നും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനും, നമ്മുടെ ഹാബിറ്റ് ആണെങ്കിലും നമ്മുടെ ഹോബീസ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഇംഗ്ലീഷ് പേരുണ്ട്. അതാണ് സിമ്പിൾ പേഴ്സൺ എന്ന് പറയാം. എന്താണ് സിമ്പിൾ പേഴ്സൺ? അങ്ങോട്ട് മനസ്സിലാക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ യൂസ് ചെയ്യുക? നമ്മൾ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആരാണോ ചെയ്യുന്നത്, ഐ ആവാം, യു ആവാം, അല്ലേ, വി ആവാം, ദേ ആവാം, എന്തു ആവാം. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് നേരെ എന്ത് തീർക്കുന്നറിയോ? വെർബ് ഫസ്റ്റ് ഫോം. വെർബ് ഫസ്റ്റ് ഫോം. വെർബ് എന്താണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ആർക്കും അറിയില്ല. വെർബ് ഫസ്റ്റ് ഫോം, വെർബ് സെക്കൻഡ് ഫോം, വെർബ് തേർഡ് ഫോം അറിയാലോ? സിമ്പിളാണ്. വെർബ് ഫസ്റ്റ് ഫോം പ്രസന്റ് ഫോം, വെർബ് സെക്കൻഡ് ഫോം പാസ്റ്റ്, വെർബ് തേർഡ് ഫോം പെർഫെക്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കോളത്തിലുള്ള വെർബ് ഫസ്റ്റ് ഫോം ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോ, അല്ലേ, അതുപോലെ കം, റൈറ്റ്, റീഡ്, ഇതൊക്കെ അറിയാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ചേർക്കുക, അതുപോലെ അത് കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് വെർബ് ഫസ്റ്റ് ചേർക്കുക. അതിൻ്റെ മലയാളത്തെ അർത്ഥമാണ് ചെയ്യാറുണ്ട് എന്നർത്ഥം. എന്താണ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ടേബിളിനെ ഒന്ന് പരിചയപ്പെടാം. വളരെ സിമ്പിളാണ്, നമ്മൾ എന്നും കാണുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒക്കെ അറിയാവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഒന്നാമത്തെ ബോക്സ് നോക്കാം. ഐ, യു, ദേ, വി. അയ്യോ ദേവി പ്ലൂറൽ ഫോം ആട്ടോ. എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഐ, യു, ദേ, വി. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, ഐ, യു, ദേ, വി. അതുപോലെ ഇനി ഇവിടെ കാണാൻ കഴിയും ഹി, ഷീ, ഈറ്റ്, അരുൺ. ഇതൊക്കെ എന്താണ്? സിംഗിൾ പേഴ്സൺ. എന്താണ്? സിംഗിൾ, അല്ലേ, സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ബോക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ബോക്സ് ആണ്. കറന്റ്ലി. കറന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നിലവിൽ എന്നർത്ഥം. നിലവിൽ, കറന്റ്ലി. നമ്മൾ അറ്റ് പ്രസന്റ് എന്ന് പറയാറുണ്ട്, അല്ലേ, അറ്റ് പ്രസന്റ് എന്ന് പറയാറുണ്ട്. കറന്റ്ലി എന്ന് പറഞ്ഞാൽ നിലവിൽ എന്നാണ്. എപ്പോഴും എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾവേസ് എന്ന് പറയും. ഓൾവേസ്, ഐ ഓൾവേസ് എന്ന് പറയും. അതുപോലെ യൂഷ്വലി എന്ന് പറഞ്ഞാലോ സാധാരണ. സാധാരണയായിട്ട് അവൻ ഇവിടെ രാവിലെയാണ് വരാറുള്ളത് എന്ന് പറയില്ലേ. ഓഫൺ എന്ന് പറയാം. ഓഫൺ, പലപ്പോഴും, പലപ്പോഴും എന്നർത്ഥം. അതുപോലെ സംടൈംസ്, ചിലപ്പോൾ. അതുപോലെ റെയർലി, അപൂർവമായിട്ട്, അപൂർവമായിട്ട് അവൻ എന്നെ കാണാറുണ്ട്, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ അവൻ ഇവിടെ വരാറുണ്ട് എന്നൊക്കെ പറയും. നെവർ എന്ന് പറഞ്ഞാലോ ഒരിക്കലുമില്ല. നെവർ, ഐ നെവർ, ഒരിക്കലുമില്ല. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ബോക്സ് പരിചയപ്പെടുത്താൻ ഒരു ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നതാണ്, അല്ലേ, അറിയാവുന്ന വേർഡ്സുള്ള വെർബുകളാണ്. പക്ഷെ ഇതിൽ ഒരു വെർബ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതാണ് റൺ. റൺ എന്ന് പറയുന്ന വേർഡിന് രണ്ടർത്ഥമുണ്ട്. റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക, അതെല്ലാവർക്കും അറിയാം, അല്ലേ, ഓടുക, റൺ, ഓടുക. രണ്ടാമതാണ് റൺ എന്ന് പറയുന്ന വെർബിൻ്റെ യഥാർത്ഥ മീനിങ് ആണ്. രണ്ടാമതാണ് എന്തെന്ന് പറയുക? എന്തെങ്കിലും ഒരു കാര്യം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയും, അല്ലേ. എന്താണ്?
ഞാൻ ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു ചെറിയ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു പറയുമ്പോൾ റൺ ആണ് ഉപയോഗിക്കുക. അപ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്നാമതാണ് ഓടുക, രണ്ടാമത്തെ അർത്ഥമാണ് എന്ത്? നടത്തിക്കൊണ്ട് പോവുക, നടത്തുക എന്ന് പറയുന്നത്. നടത്തുക അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോവുക, അത് മറക്കരുത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ബോക്സ് നോക്കാം. ഇൻ എ ബാങ്ക്, ഒരു ബാങ്കിൽ. ഇൻ എ ബാങ്ക്, ഒരു ബാങ്കിൽ. ഇനി ഇവിടെ എ എന്ന് പറയുന്ന വേർഡിന് പകരം ഞാൻ ദാത്ത് ചേർക്കുകയാണെങ്കിലോ ഇൻ ദ ബാങ്ക്. ഇൻ ദ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ആ ഒരു പെർട്ടിക്കുലർ ബാങ്കായി മാറി. ഓക്കെ, ഞാൻ പറയാണ്, ഞാൻ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഞാൻ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഇനി എനിക്ക് പറയണം എന്ത്? ഐ വർക്ക് ഇൻ ദ ബാങ്ക് എന്ന് പറഞ്ഞാലോ, ഐ വർക്ക് ഇൻ ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതായി. ഓക്കെ, അപ്പോൾ ഇൻ എ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൽ. ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിൽ. അതുപോലെ എ ഷോപ്പ്, ഒരു കട. എ സ്മോൾ ബിസിനസ്, ഒരു ചെറിയ ബിസിനസ്. അതുപോലെ ദെയർ എന്ന് പറഞ്ഞാലും ഓവർ ദെയർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്, അറിയാമല്ലോ, അവിടെ എന്നുള്ള അർത്ഥമാണ്. ഹിയർ, ഓവർ ഹിയർ, ഇവിടെ. തീർച്ചയായിട്ടും ടു വർക്ക്, ജോലിക്ക് പറയാറില്ലേ, ഞാൻ എന്നും രാവിലെ 10 മണിക്കാണ് ജോലിക്ക് പോകാറുള്ളത് എന്ന് പറയുമ്പോൾ ടു വർക്ക് എന്ന് പറയാം. ടു വർക്ക്. ഐ ഗോ ടു വർക്ക്. ഐ ഗോ ടു വർക്ക് at 10 o'clock in the morning every day. അതുപോലെ ടു ദ ഓഫീസ്, ഓഫീസിലേക്ക്. അതേഴ്സ്, മറ്റുള്ളവരെ. അതുപോലെ ജങ്ക് ഫുഡ്, അറിയാലോ, ജങ്ക് ഫുഡ്. എ കപ്പ് ഓഫ് ടീ, ക്രിക്കറ്റ്, ഫുട്ബോൾ. ഓക്കെ, ദ ന്യൂസ് പേപ്പർ, പത്രം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി നമുക്ക് സമയം, ടൈമിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് എവ്രി ഡേ, അല്ലേ? നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ എവ്രി ഡേ, എന്നും എന്നായി. അതുപോലെ എവ്രി മോർണിംഗ്, എല്ലാ രാവിലെയും. എവ്രി ഈവനിങ്, എല്ലാ വൈകുന്നേരവും. അതുപോലെ എവ്രി സൺഡേ, എല്ലാ ഞായറാഴ്ചയും. എവ്രി മൊമെന്റ്, എല്ലാ നിമിഷവും. അതുപോലെ ഇൻ ദ മോർണിംഗ്, രാവിലെ. നമ്മൾ രാവിലെ എന്ന് പറയുമ്പോൾ മോർണിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മനസ്സിലായില്ലേ? എന്താണ് രാവിലെ എന്ന് പറയുമ്പോൾ മോർണിംഗ് എന്ന് മാത്രം പറയരുത്, ഇൻ ദ മോർണിംഗ്. ഇത് ഒരുമിച്ച് പറയണം, ഇൻ ദ മോർണിംഗ്. അത് സംസാരിക്കുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും മോർണിംഗ് എന്ന് മാത്രം പറയാറില്ലല്ലോ, അതെപ്പോഴും ഒരുമിച്ചാണ് പറയുക. അങ്ങനെ ഇൻ ദ മോർണിംഗ്. അവൻ ഇവിടെ രാവിലെയാണ് വരാറുള്ളത്. ഹി കംസ് ഹിയർ ഇൻ ദ മോർണിംഗ്. അതുപോലെ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ആഫ്റ്റർനൂൺ മാത്രം പറഞ്ഞാൽ പോരാ, ഇൻ ദ ആഫ്റ്റർനൂൺ. അങ്ങനത്തെ പറയാം, എന്താണ്? ഇൻ ദ ആഫ്റ്റർനൂൺ. ഇത് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ഫ്രേസുകളാണ്, ഇൻ ദ ആഫ്റ്റർനൂൺ അങ്ങനത്തെ പറയണം. അതുപോലെ വൈകുന്നേരം എന്ന് പറയുമ്പോഴോ ഈവനിങ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇൻ ദ ഈവനിങ് എന്ന് പറയണം, ഇൻ ദ ഈവനിങ്. അതങ്ങനെ പറഞ്ഞ് ശീലാക്കണം, ഇൻ ദ ഈവനിങ്. അതുപോലെ രാത്രി എന്ന് പറയുമ്പോൾ അറ്റ് നൈറ്റ് എന്നാണ് പറയുക, അറ്റ് നൈറ്റ്. അതുപോലെ 5 മണിയാണെങ്കിലും 6 മണിയാണെങ്കിലും 7 മണിയാണെങ്കിലും നമ്മൾ പറയാം അറ്റ് ചേർക്കണം, അറ്റ് 6 o'clock, അറ്റ് 5 o'clock, അറ്റ് 7 o'clock. അതുപോലെ ഇൻ മൈ ഫ്രീ ടൈം, എൻ്റെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്, ഇൻ മൈ ഫ്രീ ടൈം. ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ എന്താണ് ചെയ്യാറുള്ളത്? അപ്പോൾ നിങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ യൂട്യൂബിൽ മോട്ടിവേഷണൽ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ വാച്ച് മോട്ടിവേഷണൽ വീഡിയോസ് ഓൺ യൂട്യൂബ് ഇൻ മൈ ഫ്രീ ടൈം. ഓക്കെ. അതുപോലെ വൺസ് എ വീക്ക്, എന്താണ് വൺസ് എ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണ. അടുത്താണ് വൺസ് എ മന്ത്, മാസത്തിൽ ഒരു തവണ. ട്വൈസ് എ വീക്ക്, ആഴ്ചയിൽ 2 തവണ. ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തവണ എന്നർത്ഥം. ഓക്കെ, 2 തവണ. അതുപോലെ ട്വൈസ് എ മന്ത്, മാസത്തിൽ 2 തവണ എന്നായി. ഓക്കെ, ഇനി നമുക്ക് വളരെ മനോഹരമായിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണ്? വാട്ട് ഈസ് യുവർ ജോബ്? വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ? അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ജോബ്? നിങ്ങളുടെ ജോലി എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് പറയണം, ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പം പറയാം ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഐ വർക്ക് ഇൻ എ ബാങ്ക്, ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ ഞാൻ കളർ മാറ്റി കൊടുത്തത് ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയണ്ട. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ മാറ്റി കൊടുത്തത്. ക്ലിയർ? ഇനി എനിക്കിത് പറയണം, ഇങ്ങനെ ഞാൻ നിലവിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ നിലവിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഐ കറന്റ്ലി വർക്ക് ഇൻ എ ബാങ്ക്. എന്താ പറഞ്ഞ്? ഐ കറന്റ്ലി വർക്ക് ഇൻ എ ബാങ്ക്, ഞാൻ നിലവിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു എന്നായി. ക്ലിയർ? ഇനി ഇത് ഞാൻ ആയി മാറ്റിയിട്ട് ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്,
വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് ഒക്യുപ്പേഷൻ, വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് ജോബ്, നിങ്ങളുടെ അച്ഛൻ്റെ ജോലി എന്താണ് ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ അച്ഛൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു, എൻ്റെ അച്ഛൻ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ മൈ ഫാദർ അല്ലേ, മൈ ഫാദർ സിംഗുലർ ആണല്ലോ, തീർച്ചയായിട്ടും മൈ ഫാദർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അങ്ങനെ സിംഗുലർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വെർബിൽ ചെറിയൊരു മാറ്റം വരുത്തണം. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്താലോ ഒരു സ് സൗണ്ട് ഉണ്ടല്ലോ, സ് സൗണ്ട്, സ് കൂട്ടി പറയാം. ഇങ്ങനെ ഞാൻ പറയാണ്, മൈ ഫാദർ വർക്ക്സ്, എന്താണ് മൈ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്, മൈ ഫാദർ വർക്ക്സ് ഇൻ എ ബാങ്ക്. ഇവിടെ യഥാർത്ഥ നിയമം എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ, വെർബിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യണം, എസ് ചേർക്കുക, അല്ലെങ്കിൽ ഇ എസ് ചേർക്കുക, അല്ലെങ്കിൽ ഐ എസ് ചേർക്കുക എന്നാണ്. ഇതാണ് നമ്മുടെ യഥാർത്ഥ നിയമം. ഇതൊരു പ്രത്യേക നിയമമുണ്ട്. പക്ഷേ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ എസ് ചേർത്താലും കുഴപ്പമില്ല, ഇ എസ് ചേർത്താലും കുഴപ്പമില്ല, ഐ എസ് ചേർത്താലും കുഴപ്പമില്ല, സൗണ്ട് അതേ വരുള്ളൂ, സി സൗണ്ട് വരുള്ളൂ. അപ്പോൾ സി സൗണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് സി പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? ഇങ്ങനെ സിംഗുലർ ഉപയോഗിക്കുമ്പോൾ സി കൂട്ടി പറയാം, അത്രേ ഉള്ളൂ. ഞാൻ പറയാണ്, നിലവിൽ എൻ്റെ ഫാദർ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയാം, മൈ ഫാദർ കറന്റ്ലി വർക്ക്സ്, എന്താ പറയാ, മൈ ഫാദർ കറന്റ്ലി വർക്ക്സ് ഇൻ എ ബാങ്ക്. ഇനി ഞാൻ പറയാണ്, എനിക്ക് പറയണം, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, എന്താണ്, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ പറയാം, ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ, ഐ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ. ഇനി നിങ്ങൾക്ക് പറയണം എന്ത്, ഞാൻ ഒരു ചെറിയ കട നടത്തിക്കൊണ്ട് പോകുന്നു, ഞാൻ ഒരു ചെറിയ കട നടത്തിക്കൊണ്ട് പോകുന്നു പറയുമ്പോൾ അപ്പോൾ പറയാം, ഐ കണ്ടോ റൺ, ഐ റൺ, എസ് വേണ്ട, എസ് ചെറിയപ്പോഴാണ് സിംഗുലർ ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, ഐ റൺ എ ഷോപ്പ്, ഐ റൺ എ ഷോപ്പ്, ഞാൻ ഒരു കട നടത്തിക്കൊണ്ട് പോകുന്നു. ഇനി എനിക്ക് പറയണം, എൻ്റെ അച്ഛൻ ഒരു ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു പറയുമ്പോൾ പറയാ, മൈ ഫാദർ റൺസ്, അവിടെ എസ് വരണം. ഓക്കെ, കാരണം മൈ ഫാദർ എന്താണ് സിംഗുലർ ആയതുകൊണ്ട്. മൈ ഫാദർ റൺസ് എ സ്മോൾ ബിസിനസ്, മൈ ഫാദർ റൺസ് എ സ്മോൾ ബിസിനസ്, എൻ്റെ ഫാദർ ഒരു ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നു എന്നായി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് പറയാം, ഞാൻ പറയാണ്, അവൻ എല്ലാ രാവിലെയും ഇവിടെ വരാറുണ്ട്. എന്താ പറയാ, ഹി അല്ലേ. അപ്പോൾ ഹി ആകുമ്പോൾ എന്ത് ചെയ്യണം, കം എന്ന് പറഞ്ഞാൽ പോരാ, കം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കംസ് എന്ന് പറയണം. ഹി കംസ് ഹിയർ അല്ല, ഹി കംസ് ഹിയർ അല്ലെങ്കിൽ ഹി കംസ് ഓവർ ഹിയർ എവ്രി മോർണിംഗ്, അവൻ എല്ലാ രാവിലെയും ഇവിടെ വരാറുണ്ട്. ഇനി ഞാൻ രാവിലെ ഒരു കപ്പ് ചായ കുടിക്കാറുണ്ട്, അപ്പോൾ പറയാം, അപ്പോൾ ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ, രാവിലെ എന്താ പറയാ, ഇൻ ദ മോർണിംഗ്, ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. ഓക്കെ. ഇനി ഞാൻ പറയാണ്, എൻ്റെ ഫാദർ എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കാറുണ്ട്, അപ്പോൾ പറയാം, യെസ്, മൈ ഫാദർ റീഡ്സ്, എസ് ചേർക്കണം, മൈ ഫാദർ റീഡ്സ് ദ ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ് എവ്രി ഡേ. എന്താണ്, മൈ ഫാദർ റീഡ്സ് ദ ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ് എവ്രി ഡേ. ഓക്കെ. ഇനി ഇതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. ഇനി ഞാൻ പറയാണ്, അവൻ എപ്പോഴും എന്നെ സഹായിക്കാറുണ്ട് എന്ന് പറയാം, അവൻ എല്ലായ്പ്പോഴും എന്നെ സഹായിക്കാറെന്ന് പറയുമ്പോൾ ഹീ ഓൾവേസ് ഹെൽപ്സ്, ഒരു എസ് ചേർക്കാൻ മറക്കരുത്, കാരണം ഹീ സിംഗുലർ. ഹീ ഓൾവേസ് ഹെൽപ്സ് മീ, അവൻ എന്നെ എപ്പോഴും എന്തെങ്കിലും സഹായിക്കാറുണ്ടെന്നായി. ഇനി അടുത്താണ്, സാധാരണ ഞാൻ രാവിലെയാണ് പാർക്കിൽ നടക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ, സാധാരണ ഞാൻ രാവിലെയാണ് പാർക്കിൽ നടക്കാറുള്ളത് എന്ന് പറയാം. അപ്പോൾ ഐ എന്ന് പറഞ്ഞല്ലോ, ഐ യൂഷ്വലി walk in the park in the morning. എന്താ പറയുക, I usually walk in the park in the morning. ഓക്കെ. ഇനി ഓഫൺ, എന്താണ് ഓഫൺ? ഞാൻ പറയാണ്, അവൾ പലപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കാറുണ്ട്. എന്താണ്, അവൾ പലപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കാറുണ്ട്. പറയാം, ഷീ ഓഫൺ ഈറ്റ്സ്. അപ്പോൾ ഈറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഈറ്റ്സ് എന്ന് പറയണം, കാരണം ഷീ സിംഗുലർ. ഷീ ഓഫൺ ഈറ്റ്സ് ജങ്ക് ഫുഡ്, ഓക്കെ. ഇനി ഇതുപോലെ
എത്രയും സെൻറ്റൻസസ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ പറയണം, ചിലപ്പോൾ അവൾ ഇവിടെ വരാറുണ്ട്, ചിലപ്പോൾ അവൾ ഇവിടെ വരാറുണ്ട്. പറയാം ഷീ സംടൈംസ് കംസ് ഹിയർ. എന്താ പറയാ? ഷീ സംടൈംസ് കംസ് ഓവർ ഹിയർ അല്ലെങ്കിൽ ഹിയർ എന്നായി. ഇനി നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ, നെഗറ്റീവ് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇപ്പം ഞാൻ പറയണം, ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ ചായ കുടിക്കാറില്ല. അങ്ങനെ പറയുമ്പോൾ എന്ത് പറയുന്നറിയോ? ഇവിടെ നമ്മൾ പ്ലൂറൽ ഫോമിൻ്റെ കൂടെ ഡോണ്ട് ചേർക്കുക. ഡോണ്ട് എന്താണ്? ഡോണ്ട് ചേർത്ത് പറയാം. ഇങ്ങനെ ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ, ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഡ്രിങ്ക് കോഫി, ഞാൻ കോഫി കുടിക്കാറില്ല, ഞാൻ ചായ കുടിക്കാറില്ല. ക്ലിയർ? ഇനി നമ്മൾ ഇതാണെങ്കിലോ ഇവിടെ ആണെങ്കിലോ ഞാൻ പറയാണ് അവൾ ചായ കുടിക്കാറില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഡോണ്ട് അല്ല ഉപയോഗിക്കുക, ഇവിടെ ഡസൻറ്റ് ആണ് ഉപയോഗിക്കുക. എന്താണ് ഉപയോഗിക്കുക? ഡസൻറ്റ്. സിംഗുലർ ഫോം ആയതുകൊണ്ട് ഡസൻറ്റ് ഉപയോഗിക്കണം. കണ്ടോ? അപ്പോൾ എന്തായി? ഷീ ഡസൻറ്റ് ഡ്രിങ്ക് ടീ, ഷീ ഡസൻറ്റ് ഡ്രിങ്ക് കോഫി, അവൾ കോഫി കുടിക്കാറില്ല എന്നായി. ഇനി എനിക്ക് പറയണം, ഞാൻ ഒരിക്കലും അവളോട് സംസാരിക്കാറില്ല, ഞാൻ ഒരിക്കലും അവളോട് സംസാരിക്കാറില്ല. അപ്പോൾ പറയാം, അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ന് പറയുമ്പോൾ നെവർ യൂസ് ചെയ്യാം. അപ്പോൾ ഐ നെവർ എന്താണ്? ഐ നെവർ സ്പീക്ക് ടു ഹെർ, ഐ നെവർ സ്പീക്ക് ടു ഹെർ, ഞാൻ ഒരിക്കലും അവളോട് സംസാരിക്കാറില്ല. ഓക്കെ, ഇനി ഞാൻ പറയാണ്, അവൾ ഹിന്ദി സംസാരിക്കാറുണ്ട്, അവൾ ഹിന്ദി സംസാരിക്കാറുണ്ട്. എങ്ങനെ പറയാം? അവൾ ഷീ സ്പീക്സ്, എന്താ പറയുക? ഷീ സ്പീക്സ് ഹിന്ദി, ഷീ സ്പീക്സ് ഹിന്ദി, ഷീ സ്പീക്സ് ഇംഗ്ലീഷ്, ഷീ സ്പീക്സ് ചൈന. ഓക്കെ, അങ്ങനെ പറയാമെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ അത് എന്താ? വെർബിൻ്റെ കൂടെ ലാസ്റ്റ് സി സൗണ്ട് കൂട്ടി പറയാം, സി സൗണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി പറയാം. അതല്ലാന്നുണ്ടെങ്കിലോ പ്ലൂറൽ ഫോം ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ക്ലിയർ? അതുപോലെ നമ്മൾ ഇത് ചേർക്കുമ്പോൾ, ഈ കാര്യങ്ങൾ ചേർക്കുമ്പോൾ ഇവിടെ ചേർത്താൽ മതി. ഇത് സബ്ജക്റ്റിന് ശേഷം ചേർക്കുക. എന്താണ്? സബ്ജക്റ്റിന് ശേഷം ചേർക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വെർബുണ്ടല്ലോ, വെർബിന് മുന്നേ അതുപോലെ സബ്ജക്റ്റ് ശേഷമാണ് ചേർക്കേണ്ടത്. ക്ലിയർ? അത് മറക്കരുത്. ഇനി നമുക്ക് ഒരുപാട് സെൻറ്റൻസ്, ഇനി ഇഷ്ടം പോലെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പം ഞാൻ പറയാണ്, ഞാൻ ആഴ്ചയിൽ 2 തവണ, ഞാൻ പറയാണ്, ഞാൻ ആഴ്ചയിൽ 2 തവണ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതെൻ്റെ ഒരു ശീലമാണ്. ആഴ്ചയിൽ 2 തവണ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഐ പ്ലേ ക്രിക്കറ്റ്, ഐ പ്ലേ ക്രിക്കറ്റ് ട്വൈസ് എ വീക്ക്. എന്താണ് ട്വൈസ് എ വീക്ക്? ഞാൻ ആഴ്ചയിൽ 2 തവണ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഇനി ഞാൻ പറയാണ്, ഞാൻ എന്നും 6 മണിക്ക് എണീക്കാറുണ്ട്. എന്നുവെച്ചാൽ ഞാൻ എന്നും 6 മണിക്കാണ് എണീക്കാറുള്ളത് എന്ന് പറയുമ്പോൾ ഐ ഗെറ്റ് അപ്പ്. എന്താണ്? ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. I get up at 6 o'clock every day. I get up at 6 o'clock every day. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ എന്താ ചെയ്യാറുള്ളത്? എന്താ ചെയ്യാറുണ്ടോ? വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ എന്താ ചെയ്യാറുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് പറയണമെന്ത്? ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ പുസ്തകം വായിക്കാറുണ്ട്, ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എൻ്റെ ഫ്രീ ടൈമിൽ. അപ്പോൾ പറയാം, ഐ റീഡ് ബുക്സ് in my free time. I read books in my free time. ഞാൻ പുക വലിക്കാറില്ല, I don't smoke. അവൻ ചായ കുടിക്കാറില്ല, he doesn't drink tea. ഞാൻ ചായ കുടിക്കാറില്ല, I don't drink tea. ഇതുപോലെ എത്രയും സെൻറ്റൻസുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇനി നിങ്ങൾ ഒരു 5-6 സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു എവ്രിവൺ.